നമസ്കാരം. ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഇന്നോ ഇന്നലെയോ ഈ ആഴ്ചയിൽ എപ്പോഴെങ്കിലും നിങ്ങളെ കൂടപ്പറപ്പിനൊന്ന് വിളിച്ചിരുന്നോ? ഒന്ന് കണ്ടിരുന്നോ നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും? നമ്മളൊക്കെ ചെറുപ്പത്തിലേ അവരൊക്കെ ആയിരുന്നു നമ്മുടെ ധൈര്യം എന്നൊക്കെ പറയുന്നത്. നമ്മളൊക്കെ നമ്മോളമായപ്പോഴേ ആ സ്നേഹമൊക്കെ അങ്ങ് അകന്നു പോയോ നമുക്കൊക്കെ. നമ്മളെ കൂടപ്പറപ്പുകളൊക്കെ നമ്മളൊക്കെ ഒന്നുമല്ലാതിരുന്ന സമയത്തൊക്കെ അവരായിരുന്നു നമ്മുടെ ധൈര്യവുമെല്ലാം. എന്ത് വികൃതി കാണിച്ചാലും അബദ്ധങ്ങൾ കാണിച്ചാലും കൂടെ നിന്നുകൊണ്ട് നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ അവരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ചമയങ്ങളോ അഭിനയങ്ങളോ ഒന്നുമില്ലാതെ എല്ലാ വികാരങ്ങളും പരസ്പരം തുറന്ന് പങ്കുവയ്ക്കാൻ, കച്ചറ കൂടാനും കുറച്ച് കഴിയുമ്പോൾ എല്ലാം മറന്നുകൊണ്ട് ഏട്ട അല്ലെങ്കിൽ ഇക്കാക്ക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൈപിടിച്ച് നടക്കാനും നമുക്കുണ്ടായിരുന്ന ഓരോ ഇടങ്ങളായിരുന്നു നമ്മളെ കൂടപ്പിറപ്പുകൾ എന്ന് പറയുന്നത്. നമ്മളെ നിഷ്കളങ്കതയുടെ എല്ലാ ഭാവഹാദികളും അറിഞ്ഞിട്ടും നാട്യങ്ങളില്ലാത്ത ചെറുപ്പത്തിലെ ലോകമായിരുന്നു അത്. കുറച്ചൊക്കെ ഒന്ന് വളർന്നൊരു കല്യാണമൊക്കെ കഴിഞ്ഞോടെ നമുക്കൊരു ജീവിത പങ്കാളിയൊക്കെ വരുന്നതോടുകൂടി മക്കളും മരുമക്കളുമൊക്കെ ആയതിൽ നമുക്ക് പ്രയോറിറ്റി ഒക്കെ അങ്ങ് മാറി തുടങ്ങുകയാണ്. പുതിയ മുഖാവരണമൊക്കെ അണിഞ്ഞുകൊണ്ട് പുതിയ നാട്യങ്ങളൊക്കെ ശീലിച്ചു തുടങ്ങുകയാണ് നമ്മൾ. എവിടെ പോയി നമ്മുടെ ചെറുപ്പത്തിൽ ആ സ്നേഹവും ഇഷ്ടവും ഒക്കെ? ഇന്ന് കുറച്ച് പേർക്കൊക്കെ സ്നേഹമുണ്ടെങ്കിലും നമ്മളോടൊക്കെ ഒരുപാട് അകലത്തിലാണ് അവർ എന്നൊക്കെ നമുക്ക് തോന്നുന്നില്ലേ? ചെറുപ്പത്തിൽ മണ്ണ് വാരി കളിച്ചപ്പോഴും, അച്ഛൻ ആന കളിപ്പിച്ചു തന്നപ്പോഴും, അമ്മ നമ്മളെ ഊട്ടിയപ്പോഴും, രണ്ടാമത്തെ ഉരുളൊക്കെ ഒരേ പാത്രത്തിൽ ഒരു ഉരുളയുടെ ബാക്കി പാത്രത്തിലിട്ട് അടുത്ത വറ്റുകൂട്ടി നമുക്ക് തരുമ്പോഴും ആ ചോറിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ കഴിയാത്തതും അറപ്പോ വിഷമമോ ഇല്ലാത്തതുമായിരുന്നു നമുക്ക്. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴേ നമ്മളെ ശാസിക്കുന്ന അച്ഛനോടും അമ്മയോടും നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി വാദിക്കുന്ന ഏറ്റവും വലിയ ക്രിമിനൽ പാർട്ട്നേഴ്സായിരുന്നു നമ്മളെ കൂടപ്പിറപ്പുകൾ എന്ന് പറയുന്നത്, നമ്മുടെ സഹോദരന്മാർ എന്ന് പറയുന്നത്. ആ നിഷ്കളങ്കമായ സ്നേഹമൊക്കെ എവിടെ പോയി നമുക്കിപ്പോൾ? ഇന്ന് എത്ര പേരുണ്ട് കൂടപ്പിറപ്പുകളുള്ള ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ മെസ്സേജ് കേൾക്കുമ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ കേട്ടോ. നിങ്ങളെ കൂടെ പിറന്നവരെ കെട്ടിപ്പിടിച്ചിട്ട് ഒന്ന് ഉമ്മ വെച്ചിട്ട് എത്ര കാലമായി എന്നുള്ളത്. ഒരേ കട്ടിലിൽ 3, 4, 5 മക്കളുമായി കിടന്നുറങ്ങിയിരുന്ന അച്ഛനും അമ്മയും മക്കളുമൊക്കെ കിടന്നിറങ്ങിയൊരു കാലമുണ്ടായിരുന്നു നമുക്ക്. അന്ന് ചെറുപ്പത്തിലൊക്കെ നമുക്ക് നമ്മളായി പെരുമാറാൻ കഴിയുന്ന കൂട്ടുകുടുംബത്തിലെ ഗൃഹാതുരത്തിലെ ഓർമ്മകളൊക്കെ തേട്ടി വരുന്നുണ്ടെങ്കിൽ, ഒന്നുകൂടെ നമ്മളിലേക്ക് വന്നിരുന്നെങ്കിൽ ആശിച്ചു പോകുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് വിളിച്ചോളൂ കേട്ടോ. പാറ്റയുടെ ആയുസ് പോലുള്ള ജീവിതമുള്ള മനുഷ്യനെ, എത്ര വലിയവനായാലും വയസ്സനായാലും സ്വന്തം കൂടെ പിറന്നവനെ ഒന്ന് വിളിച്ചു നോക്കട്ടോ. ഒരേ ഗർഭപാത്രത്തിൽ പോകുന്നതാണ് എങ്കിൽ തീർച്ചയായിട്ടും എല്ലാം മറക്കാനും സഹിക്കാനും അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. കൂടപ്പിറപ്പുകളുടെ സ്നേഹം നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. സ്നേഹം മാത്രം. നമസ്കാരം. താങ്ക് യു.